ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ബ്രെയിൻകയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇലകളൊക്കെ കിടക്കുന്ന എല്ലാം എടുത്ത് നമ്മൾ ഇതേപോലെ ചക്കിലാക്കി കെട്ടിവെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടും. അപ്പം ഇവിടുത്തെ നമ്മുടെ മരങ്ങളൊക്കെ ഒന്ന് കോതിയായിരുന്നു. അപ്പോൾ ആ ഇലകൾ നിറച്ച് ഇതിൽ ഉണക്കക്കരിയിലയും നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്കക്കരിയില പിന്നെ പച്ച ഇലയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ചാണകവും കൂടെ ഇടും. കുറച്ച് ചാണകം കൂടെ ഇളക്കി വെക്കുകയാണ്. ഇങ്ങനെ കുറേ നാളൊരു 10-20 ദിവസം, ഒരു മാസത്തിനകത്ത് നമുക്കിത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികൾക്കും അതേപോലെയുള്ള നമ്മുടെ കൃഷിക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ കുറേ ചാക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലുള്ള പഴയ ചാക്കുകളിലെല്ലാം നിറച്ച് ഒരു സൈഡിൽ കൊണ്ട് വെക്കുകയാണ്. ഉണ്ട്, ഇതേപോലെ ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് വേറെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചച്ചാണകം ഇല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ചാണകം നമ്മൾ യൂസ് ചെയ്യണം. നല്ലത് എപ്പോഴും പച്ചച്ചാണകം തന്നെയാണ് യൂസ് ചെയ്യാൻ നല്ലത്. പച്ചച്ചാണകവും ഈ ഉണങ്ങിയ കരിയിലയും അതേപോലെ തന്നെ ഈ പച്ചിലയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇതേപോലുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവിലയൊക്കെ ശരിക്ക് ഇവിടെ ചീലാന്തിയിലയൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആൾറെഡി കുറേ ചാക്കുകൾ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പരിസരത്തെല്ലാം ശരിക്ക് വൃക്ഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നെല്ലാം എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് ഇതേപോലെ കൊണ്ടുവന്ന് ചാക്കിൽ ഇതേപോലെയൊക്കെ ചിലത് കെട്ടാതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്തിട്ടേക്കാണ്. ഇടയ്ക്ക് ആവശ്യമുള്ളപ്പം ഏതെങ്കിലും ഒരു ചാക്കൊക്കെ എടുത്ത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇവിടെ കുറേ നമ്മൾ അല്ലാതെ ചകിരിച്ചോറും എല്ലാം കൂടെ കമ്പോസ്റ്റ് ചെയ്തേ. പക്ഷേ ഇത് ഇനി വൃത്തിയാക്കി എടുക്കണം, കുറേ ഉണ്ട് ഇതിൽ. ഇതൊരു കമ്പോസ്റ്റാണ്, എല്ലാം കൂടെ കൂട്ടി ഇട്ടതാണ്, നമ്മൾ ചാക്കിൽ നിന്ന് എടുത്തെല്ലാം കൂടെ ഇട്ടതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി നമ്മളെല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓരോന്നും കമ്പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഓരോ ചാക്കെടുത്ത് ഉപയോഗിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ കരിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ കത്തിച്ച് കളയാതെ മാക്സിമം നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ജൈവവളം ഉണ്ടെങ്കിൽ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മണ്ണിൽ വളരുകയുള്ളൂ. ആ സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ നമ്മുടെ ചെടിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ നമ്മുടെ ജൈവവളം അത്യാവശ്യമാണ്. പിന്നെ അല്പം രാസവളമൊക്കെ ഉപയോഗിക്കാം, ഒത്തിരി ആവാതിരുന്നാൽ മതി. ജൈവവളം എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.